ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ലെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ഒട്ടും ഇഷ്ടമാത്ത വെജിറ്റബിൾ വെച്ചാണ് ഒരു സാധനം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചാൾ ഫ്രൈ ആണ്. ഞാൻ പറഞ്ഞ് കുറേ ഇതാക്കുന്നില്ല, വീഡിയോയിലേക്ക് പോയാലോ? വായോ. ഞാൻ ഇവിടെ 2 ബ്രിഞ്ചാളാണ് എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. ഇനി ബ്രിഞ്ചാൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരെണ്ണം കട്ട് ചെയ്തേക്കണതാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റേതും കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത്രയും കട്ട് ചെയ്തിരുന്നോട്ടെ, അതാണ് കറക്റ്റ് പാകം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാവും. ഞാൻ ഇവിടെ 2 ടീസ്പൂണാണ് ഇടുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർക്കണം. ഒരു കാര്യം പറയട്ടെ, കഴിഞ്ഞ തവണ ഇട്ട ബിഗ് ബോസിന്റെ വ്ളോഗിനും പിന്നെ കഴിഞ്ഞ ആഴ്ച 2 ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. അതിന് എല്ലാത്തിനും താങ്ക് യു ഗൈസ് ഫോർ യുവർ സപ്പോർട്ട്. ഞാൻ ഇവിടെ മിക്സ് ചെയ്യാൻ വേണ്ടി വെള്ളം ഉപയോഗിക്കുന്നില്ല, പകരം എണ്ണയാണ് ഉപയോഗിക്കുന്നത്, കോക്കനട്ട് ഓയിൽ. അപ്പോൾ അത് 1-2 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി എത്രത്തോളം വേണമെന്നുള്ള അനുസരിച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചാൽ മതി. ഞാനൊരു 3 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. ഇനി ഈ മസാലാസും എല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന പോലെ വേണം മിക്സ് ചെയ്യാൻ. ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. പാനിൽ നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന ബട്ടറാണ്. ബട്ടർ ഉപയോഗിക്കുന്ന നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പം നമ്മൾ ആ പാനിലേക്ക് വറക്കാൻ ആവശ്യമുള്ള ബട്ടർ ഇടുക. എന്നിട്ട് ബ്രിഞ്ചാൾ നല്ലപോലെ വറുത്തെടുക്കുക. പരവാണ് വരെ വറുത്താൽ മതി. നോക്കുമ്പം കരിഞ്ഞിരിക്കുന്ന പോലെയൊക്കെ തോന്നും, പക്ഷെ അത് നമ്മുടെ മസാല അതിൽ പിടിച്ചിരിക്കുന്നതിന്റെ കളറാണ്. അതൊന്ന് റോസ്റ്റ് ആയതിന്റെ കളറാണ്, കരിഞ്ഞിട്ടല്ല. അപ്പൊ ഈ ഒരു പരുവം വരെയാണ് നിങ്ങൾ വറുക്കേണ്ടത്. ഈ പരുവാകുമ്പത്തിന് നമുക്കത് എടുക്കാം. ഞാൻ വേറൊരു ബാച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇത്തവണ കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് വാസ് വെരി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഒരു നോൺ വെജ് കഴിക്കുന്ന ഫീൽ ആയിരുന്നു അത് കഴിച്ചപ്പം. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ വീഡിയോയുടെ റെസിപ്പിയുടെ ക്രെഡിറ്റ്സ് എനിക്കല്ല. വീഡിയോ റെസിപ്പി ക്രെഡിറ്റ്സ് ദിയ കൃഷ്ണയ്ക്കാണ് പോകുന്നത്. ദിയ കൃഷ്ണയുടെ വീഡിയോ നോക്കിയിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോകൾക്ക് വേണ്ടി നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.